ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് കുട്ടികൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കി നോക്കാം. അട ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഞാൻ ആകെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് കലക്കി ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ചെറിയ പീസസ് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ പുഴുങ്ങിയ ഏത്തപ്പഴം എടുത്താലും മതി. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ചൂടുകൊണ്ട് തന്നെ ശർക്കരയെല്ലാം മെൽറ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ കലക്കി വെച്ചിരുന്ന മാവ് നമുക്കെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. നമുക്ക് പരത്തിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ അട തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് മടക്കപ്പം എന്നും പറയും. പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്നുള്ള കമൻറ്റ് ചെയ്തേക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.